അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നഷീഫ്. ഞാൻ കൊച്ചി സ്വദേശിയാണ്. MM അക്ബർ സാഹിബിനോടാണ് എൻ്റെ ചോദ്യം. താങ്കൾ വർഷങ്ങളായല്ലോ ഇസ്ലാമിക പ്രബോധന രംഗത്ത്. ഏത് രീതിയിലുള്ള വെല്ലുവിളിയാണ് ഏറ്റവും കൂടുതൽ നേരിട്ടത്? എങ്ങനെ അതിനെ തരണം ചെയ്തു? ഇസ്ലാമിക പ്രബോധന രംഗത്ത് താങ്കൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അതിനെ എങ്ങനെ തരണം ചെയ്തു? ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഞാൻ നേരിട്ട വെല്ലുവിളി അതിനെങ്ങനെ തരണം ചെയ്തു എന്നല്ലാണ് ചോദ്യം. അതിലൊരുപാട് ചിന്തിച്ച് വെല്ലുവിളികളെ ലിസ്റ്റ് ചെയ്ത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്നെല്ലാം നോക്കിയിട്ട് ചെയ്യേണ്ട ആൻസർ ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതിസന്ധിയോ വെല്ലുവിളിയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ വിശ്വസിക്കുന്നത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് പുതിയ അവസരമാണ് എന്ന്. അത് അള്ളാഹു നിശ്ചയിച്ച രൂപത്തിൽ നമ്മൾ അതിനെ കാണുകയും ഏത് പ്രതിസന്ധിയെയും അവസരങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു രീതി. പിന്നെ വെല്ലുവിളി എന്നെല്ലാം പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് എങ്ങനെയായിരുന്നാലും വളരെ സുഗമമായ ഒരു മാർഗമാകൂല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രവാചകന്മാരുടെ പാതയാണ്, സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ ആ പ്രശ്നങ്ങളുടെ രംഗത്ത് നമ്മൾ പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉറച്ചു നിന്ന് അതിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുക, ആദർശം പച്ചയായി തന്നെ അവതരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2001 സെപ്റ്റംബർ മാസം 11 തീയതി അമേരിക്കയിലെ ടിൻ ടവർ തകർന്നപ്പോൾ ലോകം മുഴുവനും വിചാരിച്ചത് അമേരിക്കയിൽ മുസ്ലിങ്ങൾക്കാകെ പ്രശ്നമാണെന്ന്. തീർച്ചയായും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിനെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നന്മകളായി തീർന്ന അവസ്ഥ പിന്നീട് വന്നത്. നന്മകൾ എന്ന് പറഞ്ഞാൽ ആ ടിൻ ടവർ തകർന്നതല്ല, ആ സാമൂഹ്യാവസ്ഥ ഒരുപാട് നന്മകൾക്ക് നിമിത്തമായി. ഒരുപാട് ഇസ്ലാമിക് സെന്ററുകൾ ഉണ്ടായി, ജിഹാദിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഉണ്ടായി, അതുവഴി ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിൽ എത്തിച്ചേർന്ന അവസ്ഥയുണ്ടായി. അവർ പ്രതിസന്ധി പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറയാം. ഇപ്പോഴുള്ള പ്രതിസന്ധികളും ഞാൻ വിശ്വസിക്കുന്നത് പുതിയ അവസരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണമെങ്കിൽ സമുദായം എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ സഹായത്തിന് അർഹമാകുന്ന അവസ്ഥ നമുക്കുണ്ടാകണം. അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒപ്പം തന്നെ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ചുരുക്കത്തിൽ എനിക്ക് ആ വിഷയത്തിൽ പറയാൻ.